ജീവനും ആത്മാവും സമർപ്പിച്ചു. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? ഈ വചനം കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞ വാക്കാണ്. ഫ്രാൻസിസിൻ്റെ ജീവിതം 360 ഡിഗ്രിയിലേക്ക് മാറി. ഇന്നത്തെ ഗോസ്പലിൽ ഇടയ്ക്ക് വരുന്നൊരു വാക്യം ഇതാണ്: ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഒരു വാക്യത്തിൽ സഭയ്ക്ക് അനേകരെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു പുണ്യവാളനെ കിട്ടി. ഒരു വാക്യം ഇത്ര പവർഫുള്ളാണോ? അതാണെന്ന് തെളിയിച്ചത് ഫ്രാൻസിസ് സേവ്യറാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദനയാണ്. ചില വാക്കുകളൊക്കെ ഒരാളുടെ ജീവിതത്തെ എന്തുമാത്രം മാറ്റിമറിക്കുന്നു. അയാൾ പിന്നെ പുതിയ മനുഷ്യനായിത്തീരുന്നുള്ളതാണ്. അയാളിലൂടെ ക്രിസ്തു അനേകർക്ക് സമീപസ്ഥനാകുന്നുള്ളതാണ്. എത്രയോ വചനങ്ങൾ ഞാൻ കേൾക്കുന്നു, എത്രയോ വചനങ്ങൾ ഞാൻ പറയുന്നു. എന്നിട്ട് ഈ വചനങ്ങൾ ഏതെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തെ എന്താ തൊടാതെ പോകുന്നത്? അങ്ങനെ ഉറപ്പില്ലാത്ത കാര്യങ്ങളെ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് നടക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ്, ചില കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ്, ചില നിലപാടുകളോട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ ഇന്നത്തെ ഗോസ്പൽ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഓരോരുത്തർക്കും ക്രിസ്തു സമീപസ്ഥരാണ്. അങ്ങനെ പോകുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തു വളരെ അടുത്താണ്. അവൻ്റെ വാക്കുകൾക്ക് ജീവനുണ്ടാകും.